തൃത്താല അത്താണി ഭാഗത്താണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. എൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് ഒരു പ്രത്യേക സ്മെല്ല് വന്നപ്പോൾ ഞങ്ങൾ സ്നേഹിതന്മാരെല്ലാം കൂടിയിട്ട് അത്താണി ഭാഗത്ത് ഞങ്ങൾ തിരഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു പോത്ത് ചത്തിട്ട് കംപ്ലീറ്റ് പുഴുവും ഇതൊക്കെ അരിച്ച് കിടക്കുന്നത്. അപ്പോൾ അത് ഈ കിടക്കുന്നത് ഒരു കുടിവെള്ള പദ്ധതിയാണ് നമ്മളെ ഭാരതപ്പുഴ. അവിടുന്ന് വെള്ളം അടിച്ചു പോകുന്ന ഇതിൽ നിന്നാണ് ഈ സംഭവം കൂടി ഉള്ളത്. അപ്പോൾ അതൊന്ന് അധികൃതർ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതൊന്ന് അതിൻ്റെ വേണ്ട നടപടി ഒന്ന് ചെയ്തു തരാം. പുഴയുടെ ഭാഗമാണ്. ഇവിടെ കുറച്ച് ദിവസമായി ചീഞ്ഞു നാറുന്നുണ്ട്. ഒരു പോത്തിൻ്റെ ശവമാണ്. കുടിവെള്ള പദ്ധതി ആയ കാരണം ഇതിലിങ്ങനെ പൊങ്ങിയിട്ട് കെടുക്കുകയാണ്, അടുക്കളായിട്ട് വന്നിട്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് 1, 2 അല്ല ഒരു 5-6 എണ്ണം പട്ടാമ്പി ഭാഗത്തുനിന്നാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളിയാങ്കലിൻ്റെ ഷട്ടറിലും 2 എണ്ണം തങ്ങിയിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഷട്ടർ ഓപ്പറേറ്ററെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ തുറന്നു വിട്ടു എന്നും പറഞ്ഞു. ഇത് കുടിവെള്ള പദ്ധതി ആയ കാരണം ഈ വെള്ളമല്ലേ നമ്മുടെ ജനങ്ങൾ കുടിക്കുന്നത് എന്നുള്ളത് വളരെ ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അധികൃതർ ഭാഗത്തു നിന്ന് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണണം. അതായത് ആളുകൾ കുറേ പോത്തുകുട്ടികളെ വാങ്ങിയിട്ട് ഈ തിരുത്തമ്പൽക്കാണ്ട് വിടുകയാണ്. പിന്നെ അതൊരു നോട്ടും കാര്യവും ഒന്നുമില്ല. പിന്നെ ഇത് അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാൽ അവർ വരുന്ന പെരുന്നാളൊക്കെ കഴിഞ്ഞാണ് അതിനെ അറുത്ത് കൊടുക്കാൻ. അങ്ങനെ ഒന്ന് സ്വാഭാവികം ഇത് ശ്രദ്ധിക്കാതെ പറ്റുന്ന ഒരു വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് ചത്തുപൊന്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു നടപടി. ഈ ഭാരതപ്പുഴയിൽ ഈ കുടിവെള്ള പദ്ധതിയാണ് കാണുന്നത്. അവിടെയാണ് ഇപ്പം ഇന്ന് കാലത്ത് വന്ന് നോക്കുമ്പോൾ ഒരു പോത്ത് ചത്ത് കിടക്കുന്നത് കണ്ട് പുഴയൊക്കെ വന്നിട്ട് പുഴയൊക്കെ വച്ചിട്ട് അത് ഞങ്ങൾ പരിസരമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 8-10 പോത്തുകളുണ്ട് മൊത്തം ചത്തിട്ട്. വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ അവിടെ കണ്ട്. അത് ഈ പോത്തുകളുടെ ഉടമസ്ഥർ ഈ പുഴനായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഇവിടുന്ന് കക്കാട്ടി അങ്ങോട്ട് അപ്പുറത്തേക്ക് മേലക്ക് പോയി കഴിഞ്ഞാൽ 5-10 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാർ പോത്തിന് കുട്ടികളെ മേടിക്കുക, പുഴ കൊടുന്നാക്കുക. എന്നിട്ട് അത്യാവശ്യം സൈസ് ആയി കഴിഞ്ഞാൽ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരായിട്ട് വരിക, എടുത്ത് വിൽക്കുക. ഇത് അനുഭവിക്കേണ്ട പരിസരവാസികളായ ഞങ്ങൾ. ഈ